എപ്പോഴാ എങ്ങനാ തെറ്റിപ്പോന്നേന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ മക്കളായിരിക്കാം, അവര് നല്ല കുഞ്ഞുങ്ങളായിരിക്കാം, പക്ഷെ അവരുടെ മേലൊരു കണ്ണ് എപ്പോഴും ഉണ്ടാവുക. അവർ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ അവർ കോളേജിൽ പോയിട്ട് വരുമ്പോഴോ അവരുടെ ബാഗ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. മനുഷ്യരാണ്, എപ്പോൾ വേണേലും എന്തും എങ്ങനെ സംഭവിക്കാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അവരുടെ പെരുമാറ്റം ശ്രദ്ധിക്കുക. രാത്രിയിലുള്ളവര് പോക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ആൺപിള്ളേരാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇതിനൊക്കെ അടിമപ്പെടുന്നതെന്ന് പറയുന്നത് പെൺകുട്ടികളാണെന്നാണ് പഠനം നമ്മളെ അറിയിക്കുന്നത്. പലരും ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരും, ഇത് ഉപയോഗിച്ച് നോക്ക്, ഇത് ഹരം വേറെയാണ്, നമുക്ക് പറന്ന് നടക്കാം. അമിതമായിട്ട് ഇത് സന്തോഷം നൽകും, ഇത് ഉത്തേജമാണ്, ഇത് നമുക്ക് മനോധൈര്യം തരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് എല്ലാ തലമുറയിലും നിന്നുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഏറ്റവും ദൂഷ്യഫലം എന്ന് പറയുന്നത് ഇത് ഒരേ ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അഡിക്ഷനാണ്. ഈ ഒരു സാധനം ഇല്ലാതെ ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ചിന്ത നമ്മുടെ ബ്രെയിനിൽ വരും. ഇതിന്റെ ദൂഷ്യഫലം എന്ന് പറയുന്നത് ഇത് കിട്ടാതാവുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ സൈക്കോ പുറത്തു വരുന്നത്. ജെൻഡർ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും ആ സൈക്കോ പുറത്തു വരുന്നത്. അമ്മയേതാ, അപ്പനേതാ, പെങ്ങളേതാ, അനിയനേതാ, ചേട്ടനേതാ, ഇതൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. നമുക്ക് ലൈഫില് നല്ല തീരുമാനങ്ങൾ എടുക്കണമെങ്കിലോ നമുക്ക് ലൈഫില് ഒരുപാട് ചിന്തിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിലോ നമ്മൾ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിന് കഴിയത്തില്ല. നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് കിട്ടത്തില്ല. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരിക. മുന്നോട്ടുള്ള ജീവിതത്തിലാണെങ്കിൽ കൂടി ഒരു ലഹരിയും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക.